ഹലോ, വെൽക്കം ടു മൈ ക്ലാസ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാസ് വെൽഡിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ എന്താണ് വെൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെൽഡിംഗ് എന്ന് പറയുന്ന ഒരു ജോയിനിങ് പ്രോസസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആർക്ക് വെൽഡിങ് എന്താണെന്നും അതിൻ്റെ പ്രിൻസിപ്പിളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആർക്ക് വെൽഡിങ്ങിൽ ജോയിനിങ് പ്രോസസ്സ് നടക്കുന്നത് ഒരു ആർക്കിൻ്റെ സഹായത്തോട് കൂടിയാണ്. എന്നാൽ ഗ്യാസ് വെൽഡിങ്ങിൽ മെൽറ്റിംഗ് ഓഫ് ബേസ് മെറ്റൽ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഗ്യാസ് ഫ്ലെയിം. ഒരു ഗ്യാസ് ഫ്ലെയിമിൻ്റെ സഹായത്തോടു കൂടിയാണ് മെൽറ്റിംഗ് ഓഫ് ബേസ് മെറ്റൽ നടക്കുന്നത്. അതായത് ഒരു ജോയിനിങ് പ്രോസസ്സ് നടക്കുന്നത് ഒരു ഗ്യാസ് ഫ്ലെയിമിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്സി അസറ്റിലിൻ വെൽഡിങ്, അതായത് ഞാൻ പറഞ്ഞു ഒരു ഗ്യാസ് ഫ്ലെയിമിൻ്റെ സഹായത്തോടു കൂടിയാണ് ഗ്യാസ് വെൽഡിങ്ങിൽ വെൽഡിങ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇതിൽ മെയിനായിട്ട് ഒരു കമ്പസ്റ്റൻ ഗ്യാസ് ഉണ്ടാവും, അതായത് ഒരു ഫ്യൂവൽ ഗ്യാസ് ഉണ്ടാവും, പിന്നെ ഓക്സിജൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഓക്സിജനും ഒരു ഫ്യൂവൽ ഗ്യാസിൻ്റെയും സഹായത്തോടു കൂടി അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഇവിടെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ഒരു ഗ്യാസ് ഫ്ലെയിം, ഒരു ഫ്ലെയിം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ ഡിഫറെൻറ്റ് ഗ്യാസ് കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിജനും അസറ്റിലിനാണ്. അതായത് അസറ്റിലിൻ ഫ്യൂവൽ ഗ്യാസും ഓക്സിജൻ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്സിജനും അതുപോലെ ഫ്യൂവൽ ഗ്യാസും. ചില സമയങ്ങളിൽ ഓക്സിജനും ഹൈഡ്രജനൊക്കെ ഉപയോഗിക്കാറുണ്ട്, ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെയും കോമ്പിനേഷനൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ആർക്ക് വെൽഡിങ് പറഞ്ഞ പോലെ ഇതിൽ ഫില്ലർ മെറ്റൽ ഉപയോഗിക്കും. ചില കേസിൽ, അതായത് തിക്ക് മെറ്റീരിയലൊക്കെയാണെങ്കിൽ നമ്മൾ ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട്. അല്ലാത്ത കേസിൽ ഫില്ലർ മെറ്റീരിയൽ ഉപയോഗിക്കാതെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഗ്യാസ് വെൽഡിങ് ചെയ്യാറുണ്ട്. ഇനി ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിസിമിലർ മെറ്റലൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്രേസിങ് ചെയ്യാറുണ്ട്. എന്താണ് ബ്രേസിങ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്നുണ്ട്. അങ്ങനെ ഡിസിമിലർ മെറ്റൽ ചെയ്യുന്നതിന് വേണ്ടി ബ്രേസിങ് ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. ആ ബ്രേസിങ് ഓപ്പറേഷനിലൊക്കെ ഓക്സി അസറ്റിലിൻ വെൽഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സാണ് ഉപയോഗിക്കാറ്. അതായത് ഓക്സി അസറ്റിലിൻ വെൽഡിങ്ങിന് ഡിഫറെൻറ്റ് ഫ്ലെയിംസൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കും. ഓക്കെ, GTAW എന്ന് പറയുന്നൊരു വെൽഡിങ് പ്രോസസ്സ് ഉണ്ട്. അതായത് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ് പ്രോസസ്സ്. ആ പ്രോസസ്സ് ഓക്സി അസറ്റിലിൻ വെൽഡിങ് പ്രോസസ്സിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് GTAW എന്നും നമ്മളിനി വരും രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഗ്യാസ് വെൽഡിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്യാസസിൻ്റെ കോമ്പിനേഷനാണ് വെൽഡിങ്ങിനായി ഉപയോഗിക്കുന്നത്. സാധാരണ ഒരു ഫ്യൂവൽ ഗ്യാസും പിന്നെ ഒരു ഓക്സിജനാണ്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അസറ്റിലിനാണ്. ഓക്കെ, ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ്. അതായത് ഇവിടെ ഒരു വെൽഡിംഗ് ടോർച്ച് ഉണ്ട്. ഒരു വെൽഡിംഗ് ടോർച്ച് ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വെൽഡിംഗ് ടോർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലൂടെയാണ് എന്ത് വരുന്നത്, ഒരു ഫ്യൂവൽ ഗ്യാസും ഓക്സിജൻ്റെയും മിക്സ്ചർ വരുന്നത്. ഇവിടെ ഫ്യൂവൽ ഗ്യാസായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഏതാണ്, അസറ്റിലിനാണ്, C2H2, പിന്നെ ഓക്സിജനും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷൻ മിക്സ്ചർ ഈ ഫ്യൂവൽ ഗ്യാസിലൂടെ വെൽഡിംഗ് ടോർച്ചിലൂടെ വരും. അതിൻ്റെ ടിപ്പിൽ നമ്മളൊരു ഇഗ്നീഷൻ കൊടുക്കുമ്പോൾ, ഒരു ഫ്ലെയിം കൊടുക്കുമ്പോൾ അവിടെ ഒരു ഫ്ലെയിം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആ ഫ്ലെയിം. ഈ ഫ്ലെയിമിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വെൽഡിങ് സംഭവിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഫില്ലർ റോഡ് ചില സമയങ്ങളിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഉപയോഗിക്കാതെയും വെൽഡിംഗ് പ്രോസസ്സ് നടക്കാറുണ്ട്. അതായത് അതിൻ്റെ തിക്നെസ്സിനൊക്കെ അനുസരിച്ചൊക്കെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫില്ലർ റോഡ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണൊരു ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ഫിഗർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് വെൽഡിങ്ങിന് നമ്മൾ സാധാരണ കാണുന്ന ഒരു വെൽഡിംഗ് പ്രോസസ്സാണ് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്യാസസിൻ്റെ കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഒരു വെൽഡിംഗ് സെറ്റപ്പ്, ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ടോട്ടൽ അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതായത് രണ്ട് സിലിണ്ടർ ഉണ്ട്, ഒരു ബ്ലാക്ക് സിലിണ്ടർ, ഒരു മെറൂൺ സിലിണ്ടർ. ഈ ബ്ലാക്ക് സിലിണ്ടറിൽ എന്തിനാണ്, ഓക്സിജൻ സിലിണ്ടറാണ്. ഈ കളർ കോമ്പിനേഷൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സിജൻ സിലിണ്ടറിന് ബ്ലാക്കും, അതേപോലെ ഫ്യൂവൽ ഗ്യാസിന്, ഇപ്പോൾ അസറ്റിലിനാണെങ്കിലും ഹൈഡ്രജൻ ആണെങ്കിലും ഒക്കെ അതിൻ്റെ കളറ് ഇവിടെ ബ്ലാക്കാണ് ഇൻഡിക്കേറ്റ് ചെയ്തത്, പക്ഷേ മെറൂണാണ്. ഇത് മെറൂണാണ് ഉപയോഗിക്കുന്നത്. അതായത് ഫ്യൂവൽ ഗ്യാസായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്, മെറൂൺ കളറാണ്.
അപ്പോൾ അതിൽ നിന്നും വരുന്ന 2 ഹോസ് ഉണ്ടാവും. ആ ഹോസ് നേരിട്ട് എവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും? വെൽഡിംഗ് ടോർച്ചിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഗ്യാസ് വെൽഡിങ്ങിൻ്റെ കണക്ഷൻ നേരിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ എൻഡിൽ ഒരു പ്രഷർ റെഗുലേറ്റർ ഉണ്ട്. ഈ പ്രഷർ റെഗുലേറ്ററിൻ്റെ എൻഡിൽ നിന്ന് ഒരു ഹോസ് വഴി, ഒരു ബ്ലാക്ക് ഹോസ് വഴി എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? വെൽഡിംഗ് ടോർച്ചിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്യൂൽ ഗ്യാസിൻ്റെതും ഒരു മെറൂൺ ഹോസ് വഴി എങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? വെൽഡിംഗ് ടോർച്ചിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 2 എൻഡിൽ പ്രഷർ റെഗുലേറ്ററും ഗേജസൊക്കെ നമുക്ക് കാണാം. ഒരു പ്രഷർ റെഗുലേറ്ററും 2 ഗേജസും കാണാം. 2 സിലിണ്ടറിൻ്റെ മുകളിലും നമുക്കത് കാണാൻ പറ്റും. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ സിലിണ്ടറിലുള്ള പ്രഷർ റെഗുലേറ്റ് ചെയ്ത് കുറച്ചും അതിൻ്റെ പ്രഷറിൻ്റെ അളവ് കുറച്ചിട്ടാണ് നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നത്? വെൽഡിംഗ് ടോർച്ചിലോട്ട് കൊടുക്കുന്നത്, സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതായത് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ റെഗുലേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ മുകളിൽ 2 ഗേജസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ഗേജസ് അത് പ്രഷർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 ഗേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള പ്രഷർ ഗേജും പ്രഷർ മെഷർ ചെയ്യാനും, അതേപോലെ സിലിണ്ടറിൽ നിന്ന് പുറത്തോട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഗ്യാസിൻ്റെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 2 ഗേജസ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ 2 ഹോസും കണക്ട് ചെയ്തിട്ടുള്ളത് വെൽഡിംഗ് ടോർച്ചിലോട്ടാണ്. ഈ വെൽഡിംഗ് ടോർച്ചിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓക്സിജനും ഫ്യൂൽ ഗ്യാസിൻ്റെയും മിക്സിങ് നടക്കുന്നത് എവിടെയാണ്? വെൽഡിംഗ് ടോർച്ചിലോട്ടാണ്. ആ വെൽഡിംഗ് ടോർച്ചിൻ്റെ എൻഡിലാണ് എന്തുണ്ടാവുന്നത്? ഫ്ലെയിം ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഫ്ലെയിമിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വെൽഡിംഗ് നടക്കും. ഇതാണ് ഒരു ബേസിക് സെറ്റപ്പ് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ. അപ്പോൾ ഗ്യാസ് വെൽഡിങ്ങിൽ മെയിനായിട്ട് വരുന്ന എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, ഓക്സിജൻ ആൻഡ് അസെറ്റിലിൻ സിലിണ്ടർ. അതിന് വരുന്ന പ്രഷർ റേഞ്ചാണ് 125 kg/cm². അസെറ്റിലിനാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ C2H2 16 kg/cm². നമ്മൾ പറഞ്ഞു റെഗുലേറ്റേഴ്സ് ഉണ്ട്. 2 സിലിണ്ടറിൻ്റെ ടോപ്പിൽ 2 റെഗുലേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വർക്കിംഗ് പ്രഷർ ഓക്സിജൻ്റെ ആണെങ്കിൽ 1 kg/cm², അതേപോലെ അസെറ്റിലിൻ്റെ ആണെങ്കിൽ 0.1 kg/cm². പിന്നെ പ്രഷർ ഗേജ് ഉണ്ട്, ഹോസ് ഉണ്ട്, വെൽഡിംഗ് ടോർച്ച് ഉണ്ട്, ചെക്ക് വാൽവ് ഉണ്ട് ആൻഡ് നോൺ റിട്ടേൺ വാൽവ്. ദീസ് ആർ ദി മെയിൻ ഗ്യാസ് വെൽഡിംഗ് എക്യുപ്മെൻറ്റ്സ്. ഇനി നമുക്ക് എങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെൽഡിംഗ് ടോർച്ചിൻ്റെ എൻഡിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഗ്യാസ് ഫ്ലെയിം ഉണ്ടാവുന്നുണ്ട്. ആ ഗ്യാസ് ഫ്ലെയിമിൽ വരുന്ന ഹീറ്റ് കൊണ്ടാണ് നമ്മൾ വെൽഡിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഗ്യാസ് ഫ്ലെയിം ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് 2 മെയിൻ സോണുകളുണ്ട്, അല്ലെങ്കിൽ 2 മെയിൻ പ്രോസസ്സാണ് ഇവിടെ സംഭവിക്കുന്നത്. ആദ്യം ഇതാണ് വെൽഡിംഗ് ടോർച്ച്. ഈ വെൽഡിങ്ങിൻ്റെ ടോർച്ചിൻ്റെ എൻഡിലാണ് എന്തുണ്ടാവുന്നത്? ഗ്യാസ് ഫ്ലെയിം ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഗ്യാസ് ഫ്ലെയിമിന് 2 പ്രോസസ്സാണ്, 2 കെമിക്കൽ റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആദ്യം ഇന്നർ കോണിൽ ഈ കാണിക്കുന്ന പ്രൈമറി കമ്പസ്റ്റൻ സോൺ എന്ന് പറയുന്ന ഒരു ഇന്നർ സോൺ ഉണ്ട്. ആ ഇന്നർ സോണിൽ എന്താണ് നടക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഇന്നർ സോണിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വെൽഡിംഗ് ടോർച്ചിലോട്ട് 2 ഫ്യൂൽ ഗ്യാസാണ്, ഒരു ഫ്യൂൽ ഗ്യാസും ഓക്സിജനാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സപ്ലൈ ചെയ്യുന്നത് എന്താണ്? C2H2 + O2. അതായത് C2H2 എന്ന് പറഞ്ഞാൽ ഫ്യൂൽ ഗ്യാസാണ്, O2 എന്ന് പറയുന്നത് ഓക്സിജൻ, അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ അല്ലെങ്കിൽ സപ്ലൈ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഓക്സിജനാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ നമുക്ക് എന്ത് കിട്ടും? കാർബൺ മോണോക്സൈഡും H2 നമുക്ക് കിട്ടും. 2CO + H2 എന്നുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പ്ലസ് ഹീറ്റും കൂടിയും വരും. ആ ഹീറ്റാണ് ഇന്നർ സോണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 2 പ്രോസസ്സായിട്ടാണ് ഇവിടെ ഗ്യാസ് ഫ്ലെയിം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അതിൽ രണ്ടാമത്തെ കേസിൽ ഔട്ടർ എൻവലപ്പ്, സെക്കൻഡറി കമ്പസ്റ്റൻ സോൺ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും നമുക്ക് എന്തുണ്ട്? നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തുണ്ട്? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനാണ് പ്രൊഡക്റ്റ് ഉള്ളത്. ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? നെക്സ്റ്റ് ഈ ഔട്ടർ എൻവലപ്പിൽ എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയറുള്ള ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട്, അതാണ് ഇവിടെ കാണിക്കുന്നത്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും അറ്റ്മോസ്ഫിയറുള്ള ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും
വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെയും എന്തുണ്ട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് കേസിലും രണ്ട് റിയാക്ഷനിലും എന്ത് സംഭവിക്കുന്നുണ്ട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ത് സംഭവിക്കുന്നത്, വെൽഡിങ് സംഭവിക്കുന്നത്. അതിൽ പ്രൈമറി കമ്പസ്റ്റൻ നടക്കുന്ന സമയത്തുള്ള ഹീറ്റാണ് മെയിനായിട്ടും, അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സഹായത്തോടു കൂടിയാണ് മെയിനായിട്ട് ഗ്യാസ് വെൽഡിങ് നടക്കുന്നത്. ഈ സെക്കൻഡറി കമ്പസ്റ്റൻ സോൺ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഇവിടെ ആ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ മുമ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാർബൺ CO-യും H2-വും അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡും H2O പ്ലസ് ഹീറ്റും കൂടി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, നമുക്കറിയാം. ഒരു വെൽഡിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഏരിയയാണ് ആദ്യം വർക്ക് പീസിലോട്ട് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ആ വർക്ക് പീസിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രീ ഹീറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സെക്കൻഡറി കമ്പസ്റ്റൻ സോൺ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ, ഈ ഒരു ഗ്യാസ് ഫ്ലെയിം എൻവലപ്പ് നമുക്ക് എന്ത് സംഭവിക്കും, അതൊരു അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ഒരു ഓക്സിഡേഷൻ നമുക്കറിയാം. വെൽഡിങ് നടക്കുമ്പോൾ മോൾട്ടൺ സ്റ്റേറ്റിലുള്ള മെറ്റൽ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനോട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഓക്സിഡേഷൻ പ്രോസസ്സ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒഴിവാക്കുന്നതിന് ഈ ഒരു ഫ്ലെയിം സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്നൊക്കെ പറഞ്ഞാൽ പ്രിവെൻറ്റ് ഓക്സിഡേഷൻ ബൈ യൂസിങ് സം ഓഫ് ദി സറൗണ്ടിങ് ഓക്സിജൻ ഫ്രം വെൽഡ് പൂൾ ഫോർ കമ്പസ്റ്റൻ ആൻഡ് ഗീവ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷനിൽ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്ലസ് ഹീറ്റും ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ഒഴിവാക്കാൻ പറ്റും, അറ്റ്മോസ്ഫിയറോട്ടുള്ള ഓക്സിജനുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഒഴിവാക്കാൻ രണ്ടാമത്തെ പ്രോസസ്സ് നടക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് പ്രോസസ്സിലൂടെയാണ് നമ്മളുടെ ഗ്യാസ് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം അതിൻ്റെ എന്തൊക്കെയാണ് ഒരു ഗ്യാസ് ഫ്ലെയിം ഉണ്ടാവാനുള്ള കാരണം എന്നും. ഒന്നാമത് നമ്മൾ കൊടുക്കുന്നത് ഒരു ഫ്യൂവൽ ഗ്യാസാണ് വിത്ത് ഓക്സിജനാണ്. എന്തിനു വേണ്ടിയിട്ട്, പ്രൊഡ്യൂസ് ഫ്ലെയിം. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഗ്യാസ് എന്ന് പറയുന്നത് ഏതാണ്, അസറ്റിലിനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഫ്ലെയിം ഹീറ്റ് മെൽറ്റ് ദ മെറ്റൽ അറ്റ് ദ ജോയിൻറ്റ്. ആ ജോയിൻറ്റിൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ ഉണ്ടാകുന്ന ഫ്ലെയിം കാരണം ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റിൻ്റെ സഹായത്തോടു കൂടി ആ മെറ്റൽ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അസറ്റിലിൻ ഉപയോഗിക്കുമ്പോൾ അസറ്റിലിനും ഓക്സിജൻ്റെയും കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. രണ്ട് റിയാക്ഷനിലൂടെയാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. പ്രൈമറി കമ്പസ്റ്റൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അസറ്റിലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, C2H2 ഓക്സിജനുമാണ് നമ്മൾ ടോർച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്തായിട്ടും വരും 2CO + H2 ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നർ കോണിലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കിട്ടിയ രണ്ട് പ്രൊഡക്റ്റാണ് 2CO അല്ലെങ്കിൽ CO + H2 എന്ന് പറയുന്നത്. അതെന്ത് സംഭവിക്കും, സെക്കൻഡറി കമ്പസ്റ്റൻ പ്രോസസ്സിൽ കാർബൺ മോണോക്സൈഡും H2-വും അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനോട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യും, പ്ലസ് ഹീറ്റും ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് കേസിലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഹീറ്റുമാണ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ പ്രൈമറി കമ്പസ്റ്റൻ പ്രോസസ്സിലുള്ള ഹീറ്റ് കാരണമാണ് മെയിനായിട്ട് നമ്മൾ മെറ്റലിനെ മോൾട്ടൺ സ്റ്റേറ്റിലോട്ട് മാറ്റിയിട്ട് ജോയിനിങ് പ്രോസസ്സ് പോസിബിൾ ആവുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കമ്പസ്റ്റൻ പ്രോസസ്സുള്ള ഹീറ്റ് ഫസ്റ്റ് കേസിൻ്റെ അത്രത്തോളം വരില്ല. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, ആ മെറ്റലിനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് വെൽഡിങ് നടക്കുന്നതിന് മുമ്പ് ഒരു ഹീറ്റിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഹീറ്റ് സഹായിക്കുന്നത്. ഇതാണ് ഓക്സിജൻ ഗ്യാസ് വെൽഡിങ്ങിൽ ഗ്യാസ് ഫ്ലെയിം ഉണ്ടാകുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ പറഞ്ഞു ഓക്സിജനും ഒരു ഫ്ലെയിം ഗ്യാസും ഒരു ഫ്യൂവൽ ഗ്യാസും കൂടിയും പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരുത്തിയാൽ, ഓക്സിജൻ്റെയും ഫ്യൂവൽ ഗ്യാസിൻ്റെയും എമൗണ്ടിൽ വ്യത്യാസം വരുത്തിയാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലെയിം കിട്ടും. ഡിഫറെൻറ്റ് മെറ്റീരിയലിന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോസസ്സിന് നമുക്ക് എന്ത് വേണം, ഡിഫറെൻറ്റ് ഫ്ലെയിംസ് വേണം. അപ്പോൾ അതെങ്ങനെ കിട്ടും നോക്കാം. അത് മെയിനായിട്ട് 3 ടൈപ്പ് ഫ്ലെയിമാണുള്ളത്. കാർബറൈസിങ് ഫ്ലെയിം ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, കാർബറൈസിങ് ഫ്ലെയിം, ന്യൂട്രൽ ഫ്ലെയിം ആൻഡ് ഓക്സിഡൈസിങ് ഫ്ലെയിം. ഓക്കെ,
ഇനി എന്താണ് കാർബറൈസിങ് ഫ്ലെയിം എന്ന് നോക്കാം. കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ മെയിൻ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്യൂവൽ ഗ്യാസിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അതായത് C2H2 ആണ് ഇവിടെ ഫ്യൂവൽ ഗ്യാസായിട്ട് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓക്സിജൻ സപ്ലൈയിൽ കൂടുതൽ എന്ത് നമ്മൾ ഉപയോഗിക്കും, കാർബറൈസിങ് മീൻസ് ഫ്യൂവൽ ഗ്യാസ് ഉപയോഗിക്കും. അപ്പോൾ കിട്ടുന്ന ഫ്ലെയിമാണെന്ത്, കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ന്യൂട്രൽ ഫ്ലെയിം ആണെങ്കിൽ എന്തായിരിക്കും? അപ്പോൾ ന്യൂട്രൽ ഫ്ലെയിം ആണെങ്കിൽ ഓക്സിജൻ്റെയും അസറ്റിലിൻ്റെയും എമൗണ്ട് ഈക്വൽ ആയിരിക്കും. ഓക്സിഡൈസിങ് ഫ്ലെയിം ആണെങ്കിലോ, ഓക്സിഡൈസിങ് ഫ്ലെയിം ആണെങ്കിൽ അതിന് ഓക്സിജൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അതായത് ഫ്യൂവൽ ഗ്യാസായ C2H2വിനേക്കാളും എമൗണ്ട് കൂടുതലായിരിക്കും ഓക്സിജൻ്റെ. അങ്ങനെ അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. അപ്പോൾ കൂടുതൽ ഓക്സിജൻ സപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഫ്ലെയിമാണെന്ത്, ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഫ്ലെയിമിൻ്റെ ബേസിക് ഡിഫറൻസ് പറഞ്ഞു. ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊപ്പോർഷനിലെ വ്യത്യാസം അനുസരിച്ചാണ് നമുക്ക് 3 ഫ്ലെയിം കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇനി 3 ഫ്ലെയിമിൻ്റെയും ഉപയോഗങ്ങളും വേറെ വേറെയാണ്. നമുക്ക് ആ ഫിഗർ ഒന്ന് നോക്കാം. 3 ടൈപ്സ് ഓഫ് ഫ്ലെയിംസിൻ്റെ ഫിഗർ ഇവിടെയാണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു റെഡ്യൂസിങ് ഓർ കാർബറൈസിങ് ഫ്ലെയിം. അതിനെന്താണ് പ്രത്യേകത, എക്സസ് ഓഫ് അസറ്റിലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് കാർബറൈസിങ് ഫ്ലെയിം അല്ലെങ്കിൽ റെഡ്യൂസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിലൂടെ കൂടുതൽ എമൗണ്ട് അസറ്റിലിൻ്റെ എമൗണ്ട് കൂടുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് 3 പോയിൻ്റുകളുണ്ട്. ഔട്ടർ എൻവലപ്പ്, ഇന്നർ കോണ്, ഒരു മിഡിൽ കോണ്. ഇത് ഒരു ഡിഫറൻസാണ് കാർബറൈസിങ്. 3 സോണുകൾ വരും എന്തിൽ, കാർബറൈസിങ് സോണിൽ. എന്നാൽ ന്യൂട്രൽ ഫ്ലെയിമിലാണെങ്കിലും ഓക്സിഡൈസിങ് ഫ്ലെയിമിലാണെങ്കിലും 2 സോൺ, ഒരു ഇന്നർ സോണും ഒരു ഔട്ടർ എൻവലപ്പുമാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഉപയോഗങ്ങൾ പറയുന്നുണ്ട്. റെഡ്യൂസിങ് ഫ്ലെയിം അല്ലെങ്കിൽ കാർബറൈസിങ് ഫ്ലെയിം എന്തിനാണ് ഉപയോഗിക്കുന്നത്, അലോയ് സ്റ്റീൽ ആൻഡ് അലുമിനിയം അലോയിലാണ് ഉപയോഗിക്കുന്നത്. ഓക്സിഡൈസിങ് ബ്രാസ്, ബ്രോൺസ്, കോപ്പറിൻ്റെ ഒക്കെ വെൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഓക്സിഡൈസിങ് ഫ്ലെയിം ഉപയോഗിക്കുന്നത്. ലോ കാർബൺ സ്റ്റീൽ ആൻഡ് മൈൽഡ് സ്റ്റീലിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ന്യൂട്രൽ ഫ്ലെയിം ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മളുടെ ഡിഫറെൻറ്റ് ഫ്ലെയിംസിൻ്റെ ഓരോ റീജിയനിലും ഓരോ കളർ കോമ്പിനേഷൻ ഉണ്ടാവും. അതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് അതിൻ്റെ ടെമ്പറേച്ചർ റേഞ്ചാണ്. കാർബറൈസിങ് ഫ്ലെയിമിലാണെങ്കിൽ 3000 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. ന്യൂട്രൽ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ 3200 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ വരുന്നത് ഓക്സിഡൈസിങ് ഫ്ലെയിമിലാണ്. ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എക്സസ് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്ലെയിമിലാണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ റേഞ്ച് 3400 ഡിഗ്രി സെൽഷ്യസ് വരെ വരും. അടുത്തൊരു ടോപ്പിക്കാണ് ഗ്യാസ് വെൽഡിംഗ് ടെക്നിക്സ്. അതായത് നമ്മൾ പറഞ്ഞു ഗ്യാസ് വെൽഡിങ്ങിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഫില്ലർ റോഡ് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ വെൽഡിംഗ് ടോർച്ചും ഉപയോഗിക്കുന്നുണ്ട്. ഫില്ലർ റോഡും വെൽഡിംഗ് ടോർച്ചും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ച് മെയിനായിട്ട് 2 ടെക്നിക്സാണ് ഗ്യാസ് വെൽഡിങ്ങിലുള്ളത്. ഒന്ന് ലെഫ്റ്റ് വാർഡ് ഓർ ഫോർ ഹാൻഡ് വെൽഡിംഗ് മെത്തേഡ്, രണ്ടാമത്തെ റൈറ്റ് വാർഡ് ടെക്നിക് ഓർ ബാക്ക് ഹാൻഡ് വെൽഡിംഗ് മെത്തേഡ്. അതിൻ്റെ 2ൻ്റെ ഫിഗറാണ് നോക്കേണ്ടത്. ആ ഫിഗറിൽ മെയിൻ ഡിഫറൻസ് എന്ന് നോക്കുന്നത്, ഇപ്പോൾ ഫസ്റ്റ് വൺ ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്സ്. ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ ഫില്ലർ റോഡും, ഈ കാണിക്കുന്നതാണ് ഫില്ലർ റോഡ്, റൈറ്റ് ഹാൻഡിൽ വെൽഡിംഗ് ടോർച്ചാണ് ഉപയോഗിക്കുന്നത്. വേറൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബേസ് മെറ്റലിന്, ഇതാണ് ബേസ് മെറ്റൽ, ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് ബേസ് മെറ്റലിന് 60 to 70 ഡിഗ്രി ആംഗിളിലായിരിക്കും വെൽഡിംഗ് ടോർച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഫില്ലർ റോഡ് 30 to 40 ഡിഗ്രിയിലാണ് പ്രൊവൈഡ് ചെയ്യുക. ഇത് നമ്മൾ റൈറ്റ് ഭാഗത്തിൽ നിന്നും ലെഫ്റ്റിലോട്ടാണ് എന്തുണ്ടാവുക, ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്സിൽ നമ്മൾ വെൽഡിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. വെൽഡിംഗ് പ്രോസസ്സ് നടക്കുന്നത് റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റിലോട്ടാണ് ലെഫ്റ്റ് വാർഡ് അല്ലെങ്കിൽ ഫോർ ഹാൻഡ് വെൽഡിംഗ് മെത്തേഡിൽ നടക്കുന്നത്. ഇനി നേരെ തിരിച്ച് റൈറ്റ് ഹാൻഡിലാണെങ്കിൽ അതിൻ്റെ ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റൈറ്റ് ഹാൻഡിലാണ് വെൽഡിംഗ് ടോർച്ച് വരുന്നത്, അതേപോലെ ലെഫ്റ്റിൽ ഫില്ലർ റോഡും വരുന്നുണ്ട്. ഫില്ലർ റോഡിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 40 to 50 ഡിഗ്രി വിത്ത് ബേസ് മെറ്റൽ. അതുപോലെ തന്നെ വെൽഡിംഗ് ടോർച്ചിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 40 to 50 ഡിഗ്രി. ഇതിൻ്റെ ഒരു മെയിൻ ഡിഫറൻസ്, ഇത് നടക്കുന്നത് എങ്ങനെയാണ്, ലെഫ്റ്റ് സൈഡിൽ നിന്നും
റൈറ്റിലോട്ടാണ് ഡയറക്ഷൻ, ഇതാണ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റൈറ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്സ് നടക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റിലോട്ട്. ഇപ്പോൾ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്ക് എങ്ങനെയാണ് ലെഫ്റ്റിലോട്ടും, റൈറ്റ് വാർഡ് ടെക്നിക്ക് റൈറ്റിലോട്ടുമാണ് എന്ത് ചെയ്യുന്നത് വെൽഡിംഗ് നടക്കുന്നത്. ഇനി ഇതിൻ്റെ വേറെയുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് വാർഡിൽ ഡയറക്ഷൻ ഓഫ് വെൽഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ടു ലെഫ്റ്റ് സൈഡാണ്. അതിൻ്റെ ആംഗിളും നമ്മൾ മെൻഷൻ ചെയ്തതാണ്. ഓക്കെ, വെർട്ടിക്കൽ ജോയിൻ്റ് ആണ് സാധാരണ ലെഫ്റ്റ് വാർഡ് വെൽഡിങ്ങിൽ നമ്മൾ നടക്കുന്നത്. അതേപോലെ തന്നെ തിക്നെസ് കുറഞ്ഞ പ്ലേറ്റ് വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് വാർഡ് വെൽഡ് ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇവിടെ നമുക്ക് കണ്ട വെൽഡിംഗ് ടോർച്ച് അല്ലെങ്കിൽ ബ്ലോ പൈപ്പ്, ഈ ബ്ലോ പൈപ്പിൻ്റെ ഡയറക്ഷൻ, ഈ ബ്ലോ പൈപ്പ് ഏതിൻ്റെയൊക്കെ ഇടയിലാണ്, അതായത് ഈ ബ്ലോ പൈപ്പിൻ്റെ ഇടയിലാണ്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്താണ് ഗ്യാസ് ഫ്ലെയിം ഉണ്ടാകുന്നത്. ഈ ഗ്യാസ് ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഇത് വെൽഡിംഗ് കഴിഞ്ഞ ഏരിയയാണ് ഈ ഞാനിപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വെൽഡിംഗ് നടന്ന ഏരിയൻ്റെയും ഫില്ലർ മെറ്റലിൻ്റെയും ഇടയിലാണ് നമ്മളുടെ ഗ്യാസ് ഫ്ലെയിം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വെൽഡിംഗ് ടോർച്ച് ഡയറക്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെൽഡിംഗ് ടോർച്ച് ഫേസ് ചെയ്തിട്ടുള്ളത് ഇനി നോൺ വെൽഡ് മെറ്റൽ ഏരിയയിലോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെനട്രേഷൻ റേറ്റ് റൈറ്റ് വാർഡ് വെൽഡിങ്ങിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഇപ്പോൾ റൈറ്റ് വാർഡ് വെൽഡിങ്ങിൻ്റെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് വാർഡ് വെൽഡിങ്ങിൻ്റെ ഈ ടോർച്ചിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വെൽഡിംഗ് ഏരിയയിലോട്ടാണ്. വെൽഡിംഗ് ഏരിയയിലോട്ടാവുമ്പോൾ അവിടെ പെനട്രേഷൻ റേറ്റ് കൂടുകയും ഹൈ ഡെപ്പോസിഷൻ നമുക്ക് പോസിബിൾ ആവുകയും ചെയ്യും. ഇപ്പോൾ തിക്ക് വെൽഡിംഗ് മെറ്റൽ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, റൈറ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. അതൊരു മെയിൻ ഡിഫറൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് വെൽഡ് ഇൻ റൈറ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്സ്, ബാക്കിയുള്ള ഡിഫറൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡയറക്ഷൻ ഓഫ് വെൽഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ടു റൈറ്റ് സൈഡാണ്. അതേപോലെ തന്നെ ബ്ലോ പൈപ്പ്, അതായത് വെൽഡിംഗ് ടോർച്ചിൻ്റെ ആംഗിളും നമ്മൾ നേരത്തെ പറഞ്ഞു, ഫില്ലർ റോഡിൻ്റെ ആംഗിളും പറഞ്ഞു. ആംഗിളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ കേസിൽ ഒറിസോണ്ടൽ ആൻഡ് ഓവർഹെഡ് ജോയിൻ്റ് ആണ് സാധാരണ റൈറ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ലെഫ്റ്റ് വാർഡിൽ 5 മില്ലിമീറ്റർ തിക്ക് പ്ലേറ്റിൻ്റെ താഴെയുള്ള മെറ്റൽസ് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് വാർഡ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹൈ തിക്ക് യൂസ് ഫോർ തിക്കർ വെൽഡ് മെറ്റീരിയലിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, റൈറ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 20 to 25% ലെഫ്റ്റ് വാർഡ് വെൽഡിങ്ങിനേക്കാളും ഫാസ്റ്റ് പ്രോസസ്സാണ് ഇത്. എമൗണ്ട് ഓഫ് ഡിസ്റ്റോർഷൻ ഇൻ വർക്ക് ഈസ് മിനിമം. അതുപോലെ തന്നെ ലെസ് അസറ്റിലിൻ ഈസ് നീഡഡ് ടു കമ്പയർ ലെഫ്റ്റ് വാർഡ് വെൽഡിംഗ് ടെക്നിക്സുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അസറ്റിലിൻ്റെ എമൗണ്ട് നമുക്കിവിടെ കുറക്കാൻ പറ്റും. ഓക്കെ, ഇനി ഗ്യാസ് വെൽഡിങ്ങിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ എക്യുപ്മെൻറ്റ്സാണ്. നമ്മൾ എക്യുപ്മെൻറ്റ്സ് നോക്കി, സിമ്പിൾ എക്യുപ്മെൻറ്റ്സാണ്. അതേപോലെ പോർട്ടബിളാണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, ഈസി ഫോർ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ. ദീസ് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്യാസ് വെൽഡിങ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് പവർ ഡെൻസിറ്റി, വെരി ലോ വെൽഡിങ് സ്പീഡ് കമ്പയർ ടു അതർ വെൽഡിങ് പ്രോസസ്സ്. നമുക്ക് മിഗുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അതുപോലെ ടിഗുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വെൽഡിംഗ് സ്പീഡ് കുറവാണ്. ഹൈ ടോട്ടൽ ഹീറ്റ് ഇൻപുട്ട് പെർ യൂണിറ്റ് ലെങ്ത്ത്, ലാർജ് ഹീറ്റ് എഫക്റ്റഡ് സോൺ, സെവർ ഡിസ്റ്റോർഷൻ ആൻഡ് നോട്ട് റെക്കമെൻഡഡ് ഫോർ വെൽഡിംഗ് റിയാക്റ്റീവ് മെറ്റൽസ് സച്ച് ആസ് ടൈറ്റാനിയം ആൻഡ് സിർക്കോണിയം. കാരണം നമ്മൾ എമൗണ്ട് ഓഫ് ഓക്സിജൻ നമ്മൾ സപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ പല റിയാക്ഷൻസും നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ is not recommended for titanium and zirconium. These are the main disadvantages of gas welding process. Thank you.